NDA മുന്നണി കേരളത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കേരളത്തിൽ ഇന്ന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് നിയമസഭയിൽ എത്ര BJP MLA ഉണ്ടാകുമെന്നുള്ള തരത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാറിയിരിക്കുകയാണ്. NDA സംബന്ധിച്ചിടത്തോളം വികസനം ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ അവകാശമുള്ളത് അത് NDAക്ക് മാത്രമാണ്. ഇവിടെ തീവ്രവാദ സംഘടനകളുമായി സഖ്യം ചേർത്ത് മത്സരിക്കുന്നവരാണ് ഇടതു വലതു മുന്നണികൾ. കൊയിലാണ്ടിയുടെ മാത്രം കാര്യമെടുത്താൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി ആദ്യം ഉയർന്നു വന്ന പേര് ശ്രീമാൻ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേരായിരുന്നു. കോൺഗ്രസുകാർ മുഴുവൻ ആഗ്രഹിച്ചത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കൊയിലാണ്ടിയിൽ UDF സ്ഥാനാർത്ഥിയാകണമെന്നാണ്. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടത് മതമൗലികവാദ ശക്തികൾക്ക് UDF നേതൃത്വം കീഴടങ്ങിയതുകൊണ്ടാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിർത്തിക്കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനകൾ, തീവ്ര സംഘടനകൾ, കാരണം ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദ സംഘടനകൾക്കെതിരായി, പോപ്പുലർ ഫ്രണ്ടിനെതിരായി ഒക്കെ നിലപാടെടുത്ത വ്യക്തിയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ആ നിലപാടുകളോട് ഇപ്പോ ഇത്തരത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആ വിരോധം തീർന്നിട്ടില്ല. അതുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ പേടിച്ചാണ് കൊയിലാണ്ടിയിൽ UDF സ്ഥാനാർത്ഥിയായി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേര് വരാതിരുന്നത്. ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴടങ്ങുകയാണ് UDF നേതൃത്വം ചെയ്തത്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ കാൻഡിഡേറ്റിനെയാണ് UDF ഇപ്പൊ കൊയിലാണ്ടിയിൽ പരീക്ഷിക്കുന്നത്. എന്തു തന്നെയായാലും കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ, കൊയിലാണ്ടിയിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഈ മതമൗലികവാദ കൂട്ടുകെട്ടിനെതിരായി വിധി എഴുതുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കൊയിലാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അനന്ത സാധ്യതകളുള്ള മണ്ണാണ് കൊയിലാണ്ടിയുടേത്. ഞാൻ പറഞ്ഞു, കാപ്പാട് ബീച്ച്, അതുപോലെ തന്നെ ഉരുപുണ്യകാവ്, പാറപ്പള്ളി ബീച്ച്, തിക്കോടി ഡ്രൈവിംഗ് ബീച്ച്, കൊളാവിപ്പാലം, മിനി ഗോവ, ഇതെല്ലാം തന്നെ ലോക ടൂറിസം കേന്ദ്രങ്ങളായി മാറാൻ പര്യാപ്തമായിട്ടുള്ള തീരങ്ങളാണ്. ഇവിടെയൊക്കെ എന്താ ഉള്ളത്? മിനി ഗോവയിലേക്ക് നടന്നു പോകാൻ പോലും റോഡില്ല. ഇതാ കാപ്പാട് ടൂറിസ്റ്റുകൾ വരാതായിരിക്കുന്നു. അവിടെ എത്രയോ വർഷം മുമ്പേ കടൽക്ഷോഭത്തിൽ തകർന്ന റോഡ് പോലും നന്നാക്കിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാരും കൊയിലാണ്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ കൊയിലാണ്ടി ഒരു ആശുപത്രി ഉണ്ട്, ജില്ലാ ആശുപത്രിയാക്കി ഉയർത്തുന്ന പറഞ്ഞത്. ഇതുവരെയായിട്ട് ഉയർന്നിട്ടില്ല. അവിടെ ആശുപത്രിയിൽ ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല. ആളുകൾ, രോഗികൾ ആശുപത്രിയിലേക്ക് പോകാൻ ഭയക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ല. ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രേമികളുള്ള ഒരു നാടാണ്. സ്പോർട്സിനെ ഹൃദയത്തിലേറ്റുന്നവരാണ്. ആ ഫുട്ബോൾ പ്രേമികൾക്ക് ഒരു സ്റ്റേഡിയം ഉണ്ടാക്കിയിട്ടുണ്ട് കൊയിലാണ്ടിയിൽ. ആ സ്റ്റേഡിയത്തിൽ ഇന്ന് ആളുകൾ പോലും പോകാതെ അടച്ചിട്ടിരിക്കുന്നു. അവിടെ കളികൾ പോലും നടക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ കൊയിലാണ്ടിയുടെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ബാക്ക് വാട്ടർ ടൂറിസത്തിന് അനന്ത സാധ്യതകളുണ്ട്. ഈ കൊയിലാണ്ടിയെ 1 രൂപ കൊടുത്തിയെടുത്താൽ അനന്ത സാധ്യതകളാണ്. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ ഈ കൊയിലാണ്ടിയിൽ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് തികഞ്ഞ വിജയ പ്രതീക്ഷയോടുകൂടിയാണ് ജനങ്ങളുമായി ഞങ്ങൾ സംവദിക്കുന്നത്. വലിയ സ്വീകരണമാണ്. ആയിരക്കണക്കിന് ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി, ഒരു മാറ്റത്തിന് തയ്യാറായി കാത്തുനിൽക്കുന്ന കാഴ്ചയാണ് കൊയിലാണ്ടി മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നത്.